ഹലോ നമസ്കാരം. T20 വേൾഡ് കപ്പിൻ്റെ സൂപ്പർ 8 പോരാട്ടങ്ങൾ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി സെമിയിലേക്ക് കടക്കാൻ പോകുന്ന ടീമുകൾ ആരൊക്കെയായിരിക്കും അവരെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ളൊരു മറുപടി എന്നുള്ള പരിശോധിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ നമുക്കിപ്പോൾ 100% ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള മത്സരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രൂപ്പ് 2 വരികയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആര് സെമിയിലേക്ക് കയറുന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഒരു തരത്തിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂപ്പർ 8 ഗ്രൂപ്പ് 2 വെസ്റ്റ് ഇൻഡീസിന്റെ വിജയത്തോടുകൂടെ 4 ടീമുകൾക്കും, അതായത് ഗ്രൂപ്പ് 2 4 ടീമുകൾക്കും സെമി ഫൈനൽ പ്രതീക്ഷകൾ ഏറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ 4 ടീമുകളിൽ ഒരു ടീം പോലും ഇനി സെമിയിലേക്ക് കടക്കില്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് US-നെതിരെ 9 വിക്കറ്റിന്റെ വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് സ്വന്തമാക്കിയിട്ടുള്ളത്. ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റിംഗിനെത്തിയ US 19.5 ഓവറിൽ 128 റൺസ് എടുത്ത് ഓൾ ഔട്ട് ആയി പോവുകയായിരുന്നു. തീർച്ചയായിട്ടും മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസ് 10.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടി ഗ്രൂപ്പ് 2 നിലവിൽ എല്ലാ ടീമുകളുടെയും സെമി സാധ്യതകൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ഗ്രൂപ്പ് 1 അവസ്ഥ എന്താണ്? ഗ്രൂപ്പ് 1 പോയിന്റ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയയാണ് നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഒരു നെറ്റ് റേറ്റിന്റെ ആധിപത്യത്തിലാണ് ഓസ്ട്രേലിയ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ ടീം ഇന്ത്യ 100% സെമിയിലേക്ക് കടക്കും. അപ്പോൾ ഗ്രൂപ്പ് 1 നിന്ന് ആദ്യം സെമിയിലേക്ക് കടക്കാൻ പോകുന്ന ടീമായിട്ട് ഇന്ത്യ മാറുകയും ചെയ്യും. ഓസ്ട്രേലിയയും ഗ്രൂപ്പ് 1 നിന്ന് സെമിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അത്രയും വലിയ അട്ടിമറിയൊക്കെ സംഭവിക്കണം. അഫ്ഗാനും ബംഗ്ലാദേശും കളിച്ച ഒരു മത്സരത്തിൽ തോറ്റുകൊണ്ട് ഗ്രൂപ്പ് എയിൽ 3-4 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണല്ലോ. ഇനി ഒരു കളി കൂടി തോൽക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് തോൽക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് സെമിയിലേക്ക് കടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാവും. അപ്പോൾ ഗ്രൂപ്പ് 2 കടക്കാം. ഗ്രൂപ്പ് 2 നമുക്കറിയാം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. കളിച്ച ഒരു മത്സരത്തിൽ പോലും അവർ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. US-നെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കയാണ് ഗ്രൂപ്പ് 2 1-ാമത് നിൽക്കുന്നതും. 4 പോയിന്റാണ് നിലവിൽ അവർക്കുള്ളത്. സൗത്ത് ആഫ്രിക്ക നിലവിൽ സെമിയിലേക്ക് എത്തിയോ? അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിലവിൽ സൗത്ത് ആഫ്രിക്ക സെമിയിൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അടുത്ത മത്സരം അവർ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് കളിക്കേണ്ടത്. ശരിയാണ്, ഒരു മാരക ഫോമിലാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും അവർക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ SA 100% ആ ഒരു സെമി ലോക്ക് ചെയ്യും. നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിനാവട്ടെ ഇപ്പം മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രോങ് നെറ്റ് റൺ റേറ്റിന്റെ മികവിലാണ് വെസ്റ്റ് ഇൻഡീസിന് നല്ല സാധ്യത, നമുക്ക് ആ ഒരു സെമിയിലെത്താനുള്ള വലിയ സാധ്യത കൽപ്പിക്കാൻ കഴിയുന്നതും. അതെ, വെസ്റ്റ് ഇൻഡീസിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ കൂടി അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് 100% ആ ഒരു സെമി ഉറപ്പിക്കാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ ആധിപത്യത്തിലാണ് ഇപ്പോൾ അവരുള്ളത്. അടുത്ത മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ വിൻഡീസിനും സെമിയിലേക്ക് എത്താൻ പറ്റും. ഉയർന്ന നെറ്റ് റൺ റേറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ആദ്യ മത്സരത്തിൽ ശരിയാണ് അവർ ഇംഗ്ലണ്ടിനോട് തോറ്റിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വിജയിക്കുക എന്നല്ലാതെ വിൻഡീസിന് മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടെന്നെ അടുത്ത മത്സരം ഒരു നോക്കൌട്ട് മത്സരമാണെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 2 മത്സരങ്ങളിൽ 2 പോയിന്റ് മാത്രമുള്ള ഇംഗ്ലണ്ടിനും വാതിലുകൾ അടങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ആദ്യ മത്സരത്തിൽ അവർ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. എന്തായാലും അവസാന മത്സരം താരതമ്യേന ദുർബലരായിട്ടുള്ള US-നോടാണ് ഇംഗ്ലണ്ട് കളിക്കേണ്ടത്. ആ ഒരു മത്സരത്തിൽ അവർക്ക് മികച്ച രീതിയിൽ നെറ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനും വലിയ സാധ്യതകൾ തന്നെ മുമ്പിലുണ്ട്. US-ലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിലവിൽ അവർക്ക് നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് US വരുന്നത്. പക്ഷേ വമ്പൻ ടീമുകളോട് സൂപ്പർ 8 അവർ ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് വലിയ തോതിൽ കാലിടറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും USA മിക്കവാറും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ആ ഒരു സൂപ്പർ 8 നിന്നും സെമിയിലേക്ക് കടക്കാതെ പുറത്ത് പോകുന്ന ഒരു ടീമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എല്ലാ ടീമുകളുടെയും നിലവിൽ സെമിയിലേക്ക് എത്താനുള്ള സാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.